നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ പരക്കെ കവർച്ച. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി പുറത്താക്കിയ 4 നേതാക്കളെയും കോൺഗ്രസ് തിരിച്ചെടുത്തു. അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത്. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. വിധി 23-ന്. മഞ്ചേശ്വരം വോർക്കാടിയിൽ നായാട്ട് സംഘത്തെ തട്ടിക്കൊണ്ടുപോയി 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ച കേസ്. ഒരാൾ കൂടി പിടിയിൽ. കുമ്പളയിൽ പുനരാരംഭിച്ച ദേശീയപാത ടോൾ ബൂത്ത് നിർമ്മാണം സമരസമിതി നേതൃത്വത്തിൽ തടഞ്ഞു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ പരക്കെ കവർച്ച. MG റോഡിൽ പ്രവർത്തിക്കുന്ന ചെരുപ്പുകട, യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കട, മാങ്ങാട്ടെ MK ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ഫാർമസി എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇതിന് സമീപത്തായി പ്രവർത്തിക്കുന്ന 3 കടകളിലെ ഷട്ടറും പൂട്ടും തകർത്ത നിലയിലാണ്. CCTV ക്യാമറകളിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് നഗരത്തിലെ വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തി കടകളിൽ പരക്കെ കവർച്ചയും കവർച്ചാശ്രമവുമുണ്ടായി. കാസർഗോഡ് MG റോഡിലെ വിവിധ കടകളിലാണ് കവർച്ചയും കവർച്ചാശ്രമവുമുണ്ടായത്. MK ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ബദരിയ ഹോട്ടലിന് മുൻപിലുള്ള ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി, ഫോർട്ട് റോഡ് സ്വദേശിനി ശാലിനിയുടെ ഉടമസ്ഥതയിലുള്ള വിന്നർ ഫുട്വെയർ, യൂസഫിന്റെ മിനിമാർട്ട് ഗ്രോസറി ഫോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇതിന് സമീപത്തായി പ്രവർത്തിക്കുന്ന 3 കടകളിലാണ് മോഷണ ശ്രമമുണ്ടായത്. ഫാർമസിയുടെ ഷട്ടർ പൊക്കി അകത്ത് കടന്നാണ് കവർച്ച നടത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരൻ മാങ്ങാട് സ്വദേശി MK അഷ്റഫിന്റെ 2500 രൂപയും നോക്കിയ മൊബൈൽ ഫോണും ഇവിടെ നിന്നും മോഷണം പോയി. ഫാർമസിയിലെ CCTV ക്യാമറകളിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഷട്ടർ തകർത്ത് 2 അംഗ സംഘം അകത്ത് കടക്കുന്നതും കവർച്ച നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മറ്റ് കടകളിലും സമാന രീതിയിൽ ഷട്ടറും പൂട്ടും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഇവിടെ നിന്നും പണം നഷ്ടമായതായി കടയുടമകൾ പോലീസിനോട് പറഞ്ഞു. ചെങ്കള സ്വദേശി അബ്ദുൽ ഖാദറിന്റെ കടകളിൽ ഉൾപ്പെടെയാണ് മോഷണ ശ്രമം നടന്നത്. ഈ കടകളുടെയെല്ലാം ഷട്ടറും പൂട്ടും തകർത്ത നിലയിലാണ്. വിവരമറിഞ്ഞ് കാസർഗോഡ് പോലീസ് സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാളം ശേഖരിച്ചു. പണവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ട ഫാർമസിയിലെ ജീവനക്കാരന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇവിടെയുള്ള നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണവും തുടങ്ങി. കവർച്ചയും കവർച്ചാശ്രമങ്ങളും നടന്ന കടകൾ വ്യാപാരി നേതാക്കളും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് പുറത്താക്കിയ 4 നേതാക്കളെയും കോൺഗ്രസ് തിരിച്ചെടുത്തു. 13ാം പ്രതിയും CPM നേതാവുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് പുറത്താക്കിയ നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിരുന്ന CPM പ്രാദേശിക നേതാവിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ 4 കോൺഗ്രസ് നേതാക്കളെയും തിരിച്ചെടുത്തു. മുൻ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, UDF നിയോജക മണ്ഡലം ചെയർമാൻ രാജൻ പെരിയ, പെരിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ, പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ എന്നിവർക്കെതിരെ സ്വീകരിച്ചിരുന്ന അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതിയും CPM നേതാവുമായ N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത്. ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയുടെ സ്ഥാനം നഷ്ടമായിരുന്നു. ഇത് പൊറുക്കുവാൻ കഴിയാത്ത തെറ്റെന്ന് പറഞ്ഞാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ പ്രമോദിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത്. എന്നാൽ താൻ മാത്രമല്ല വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ പലരുമുണ്ടായിരുന്നുവെന്നും അവരുടെ പേര് പറഞ്ഞ് പ്രമോദ് രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെ വിഷയത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ സോഷ്യൽ മീഡിയയിൽ കൂടി ശക്തമായി രംഗത്തെത്തുകയും ചെയ്തു. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് എത്ര ഉന്നതനായാലും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഉണ്ണിത്താൻ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയയും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ഉയർന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളെക്കുറിച്ച് അന്വേഷിക്കുവാനും KPCC അന്വേഷണ സമിതിയെയും ചുമതലപ്പെടുത്തിയിരുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിനാണ് രാജൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ചെടുത്തിരിക്കുന്നതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വിധി 23-ന്. ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. കുടക് നപ്പോക് സ്വദേശി PA സലീം കേസിലെ 1-ാം പ്രതിയും സഹോദരി സുവൈദ 2-ാം പ്രതിയുമാണ്. കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി 23-ന് വിധി പറയും. കുടക് നപ്പോക് സ്വദേശി PA സലീം എന്ന സൽമാൻ 1-ാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കുവാൻ സഹായിച്ചതിന് സഹോദരി സുവൈബ കേസിൽ 2-ാം പ്രതിയുമാണ്. കണ്ണൂർ സ്പെഷ്യൽ ജയിലിലാണ് സലീം റിമാൻഡ് തടവ് അനുഭവിക്കുന്നത്. സുവൈബയ്ക്ക് അറസ്റ്റ് സമയത്ത് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. മെയ് 15-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയത്ത് പ്രതി കുറ്റകൃത്യം നടത്തുകയായിരുന്നു. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതി പിടിയിലായിരുന്നു. ഒളിവിൽ പോയ ഇയാളെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത്. ജനുവരിയിൽ തുടങ്ങിയ വിചാരണ 1 മാസം മുൻപ് പൂർത്തിയായിരുന്നു. വിധി പറയുന്ന തീയതി പ്രഖ്യാപിക്കുവാൻ കേസ് വീണ്ടും വിളിച്ച ബുധനാഴ്ച 2 പ്രതികളും ഹൊസ്ദുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതിയിൽ ഹാജരായി. കേസിൽ 39 ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിൻ്റെ മുടിയുടെയും രക്തത്തിൻ്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുണ്ട്. സംഭവം നടന്നതിനു ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ, സമീപത്തെ കടയുടമ, മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ തുടങ്ങി 67 സാക്ഷികളാണ് ഉള്ളത്. 4 CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഹൊസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ NP ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം വോർക്കാടിയിൽ നായാട്ട് സംഘത്തെ തട്ടിക്കൊണ്ടുപോയി 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചവരിലെ ഒരാൾ കൂടി പിടിയിൽ. പുരുഷക്കോടിയിലെ റാഷിക്കിനെയാണ് മഞ്ചേശ്വരം പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. നായാട്ട് സംഘത്തെ മർദ്ദിക്കുന്ന വിവരം അറിഞ്ഞ് പോലീസ് എത്തുകയും 4 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. അന്ന് രക്ഷപ്പെട്ടയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന റാഷിക്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് വോർക്കാടി മജീർ പള്ളത്ത് മൃഗങ്ങളെ വേട്ടയാടുവാനെത്തിയ കുറ്റിക്കോലിലെ നിതിൻ രാജ്, രതീഷ്, കൊമ്പനടുക്കം ചൊന്നാടുവിലെ പ്രവീത് എന്നിവരെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായത്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മഞ്ചേശ്വരം പുരുഷക്കോടിയിലെ റാഷിഖ്, ഹൊസങ്കടി അങ്കടിപ്പദവിലെ സൈഫുദ്ദീൻ എന്ന പൂച്ച സൈഫു, മുട്ടത്തോടി ഹിദായത്ത് നഗറിലെ മൊയ്തീൻ എന്ന ചറുമുറു മൊയ്തു, ഉളിയത്തടുക്ക നാഷണൽ നഗറിലെ മുഹമ്മദ് സുഹൈൽ, ബിലാൽ നഗറിലെ അമീർ എന്നീ 5 പേർ ചേർന്നാണ് നായാട്ട് സംഘത്തെ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. തോക്കുൾപ്പെടെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് നായാട്ട് സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും പണം നൽകുവാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ സ്കൂട്ടറും തോക്കും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു. കൂടാതെ ഈ 5-അംഗ സംഘം നായാട്ട് സംഘത്തെ മജീർ പള്ളത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയും ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് അർദ്ധരാത്രി ഹൊസങ്കടിയിലെ ഒരു ഗ്രൗണ്ടിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു. ബഹളം കേട്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തുകയും നായാട്ട് സംഘത്തെ മർദ്ദിച്ചവരെ കയ്യോടെ പിടികൂടുകയും ചെയ്തു. എന്നാൽ സംഘത്തിലെ റാഷിഖ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. തോക്കും തിരകളും കൈവശം വെച്ചതിന് നായാട്ട് സംഘത്തിൻ്റെ അറസ്റ്റും അക്രമി സംഘത്തിൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തിയ മഞ്ചേശ്വരം പോലീസ് റാഷിഖിനായി പഴുതടച്ചുള്ള അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം റാഷിഖ് കടമ്പാറിൽ കാറിൽ സഞ്ചരിക്കുന്നതായുള്ള വിവരം പോലീസിന് ലഭിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ റാഷിഖ് കാറിൽ രക്ഷപ്പെടുകയും പോലീസ് ജീപ്പ് പിന്തുടരുന്നതിനിടെ കർണാടക മാഞ്ചിയിലെത്തിയപ്പോൾ റാഷിഖിൻ്റെ കാർ മറ്റൊരു വാഹനമായി കൂട്ടിയിടിക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ഓടി രക്ഷപ്പെട്ട റാഷിഖ് കർണാടകയിലെ ഒരു വനത്തിനകത്ത് ഒളിക്കുകയും ചെയ്തു. പിന്നീട് കർണാടക പോലീസും മഞ്ചേശ്വരം പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് റാഷിഖിനെ പിടികൂടുവാനായത്. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. റാഷിഖിന് കർണാടകയിൽ കവർച്ചാ കേസോ മറ്റ് കേസുകളോ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മഞ്ചേശ്വരം പോലീസിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളയിൽ പുനരാരംഭിച്ച ദേശീയപാത ടോൾ ബൂത്ത് നിർമ്മാണം സമരസമിതി നേതൃത്വത്തിൽ തടഞ്ഞു. ടോൾ ബൂത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിൽ വിധിയുണ്ടാകുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.
കുമ്പളയിൽ ദേശീയപാത ടോൾ ബൂത്ത് നിർമ്മാണം പുനരാരംഭിച്ചു. ടോൾ ബൂത്ത് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കമ്മിറ്റിയുടെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ ഉയരുന്നു. പ്രതിഷേധത്തിൻ തീജ്വാല. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ദേശീയപാത അതോറിറ്റി. ദേശീയപാത അതോറിറ്റി. ജനങ്ങളെ കൊള്ളയടിക്കും. അനീതിയാണ് അനീതിയാണ് അനീതിയാണ്. ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇല്ല ഇല്ല വിടില്ല ഞങ്ങൾ. ഇല്ല ഇല്ല വിടില്ല ഞങ്ങൾ. വിടില്ല ഞങ്ങൾ വിടില്ല ഞങ്ങൾ. വിടില്ല ഞങ്ങൾ വിടില്ല ഞങ്ങൾ. പ്രതിഷേധം 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 പ്രതിഷേധം. നാട്ടുകാരുടെ പ്രതിഷേധം. ഇല്ല ഇല്ല വിടില്ല ഞങ്ങൾ. ഇല്ല ഇല്ല വിടില്ല ഞങ്ങൾ. ടോൾ ബൂത്ത് വേണ്ട വേണ്ട. ടോൾ ബൂത്ത് വേണ്ട വേണ്ട. ടോൾ ബൂത്ത് വേണ്ട വേണ്ട. ടോൾ ബൂത്ത് വേണ്ട വേണ്ട. ഇതെന്ത് ന്യായം ഇതെന്ത് നീതി. കുമ്പള ആരിക്കാടി കടവത്തിനടുത്ത് നേരത്തെ ടോൾ ബൂത്ത് നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിലും അതിനെതിരെ വിവിധ സംഘടനകളുടെയും ടോൾ ബൂത്ത് ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭമുണ്ടായിരുന്നു. നാഷണൽ ഹൈവേയുടെ ടോൾ ബൂത്ത് സംബന്ധിച്ച വ്യവസ്ഥകൾക്കെതിരെയാണ് കുമ്പളയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതെന്നും അതിനാൽ നിർമ്മാണം തടയണമെന്നും വിവിധ സംഘടനകൾ ഹൈക്കോടതിയിൽ പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി കോടതി തള്ളിക്കളഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും ടോൾ ബൂത്ത് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അതിൽ വിധിയുണ്ടാകുന്നതുവരെ ടോൾ ബൂത്ത് നിർമ്മാണം നിർത്തിവെക്കണമെന്നും ജില്ലാ കളക്ടറോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തതായി സമരസമിതി പ്രതിനിധി CA സുബൈർ അറിയിച്ചു. ഞങ്ങൾ ഹൈക്കോടതി പോയിരുന്നു, ആക്ഷൻ കമ്മിറ്റി പോയിരുന്നു, അതുപോലെ തന്നെ ഞാൻ പോയിരുന്നു, അതുപോലെ തന്നെ മറ്റ് ചില വ്യക്തികളും പോയിരുന്നു. ആ അപ്പീലുകൾ ഹൈക്കോടതി തള്ളി. തുടർന്ന് ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ തീരുമാനം വരുന്നതിന് മുമ്പ് പിന്നെ ഈ നിലവിലുള്ള ഇപ്പോൾ ഞങ്ങൾ നേരത്തെ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത പരാതി തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പണി ആരംഭിക്കാനൊരു പരിശ്രമം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അത് ഇന്ന് രാവിലെ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കുകയും ആ പണി തടയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഇവിടെ ഈ ടോൾ ബൂത്ത് നിയമവിരുദ്ധമായി സ്ഥാപിച്ച് ജനങ്ങളുടെ മേലിൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിക്ക്. അക്കാര്യത്തിൽ CPM-ന് അത്ര നിലപാട് തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള MLA-യുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ എല്ലാ MLA-മാരെയും അണിനിരത്തിക്കൊണ്ട് MP-യുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അഷ്റഫ് കർല, അൻവർ അരിക്കാട്, ലത്തീഫ് കുമ്പള, ഹർഷാദ് കുമ്പള, CA സുബൈർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധത്തെ തുടർന്ന് തൊഴിലാളികൾ പണി നിർത്തിവെച്ച് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മവാർഷികത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മവാർഷികത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യ താൽപര്യത്തിനെതിരെ പ്രവർത്തിച്ചവരുടെ കയ്യിൽ രാജ്യാധികാരം ലഭിച്ചപ്പോൾ ചരിത്രത്തെ മോഷണം നടത്തി വികലമായ ചരിത്രരചന നടത്താൻ ശ്രമിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് AP അനിൽകുമാർ MLA പറഞ്ഞു. 2014 ശേഷമാണ് ഇന്ത്യയായത് എന്നുള്ള ഒരു ധാരണ. ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ 2014 ശേഷമാണ് എന്നുള്ള ഒരു പ്രചരണം ബോധപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ രാജ്യം ഇന്ന് ഈ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ നേതാക്കൾ, പ്രധാനമന്ത്രിമാർ ഓരോ ഘട്ടത്തിലും എടുത്ത രാജ്യത്തിന് എന്താണോ ഓരോ ഘട്ടത്തിലും അനിവാര്യമായിരുന്നു ആ അനിവാര്യമായത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി രാജ്യത്തെ ഒരുക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്
വികസനത്തിന്, ക്ഷേമത്തിന് അടിത്തറ പാകിയത്. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ, അതോടൊപ്പം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ, ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വരെ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, MC പ്രഭാകരൻ, M അസിനാർ, രമേശൻ കരുവാച്ചേരി, മീനാക്ഷി ബാലകൃഷ്ണൻ, സാജിദ് മൗവൽ, ജെയിംസ് പന്തമാക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് തികഞ്ഞ പരാജയമാണെന്ന് PK ഫൈസൽ പറഞ്ഞു. സർക്കാർ പങ്കാളിത്തത്തോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക, ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൗകര്യം ഉറപ്പാക്കുക, ഇൻഷുറൻസ് പരിധിയിലുള്ള ചികിത്സാ ചെലവ് പൂർണ്ണമായും ഉറപ്പാക്കുക, മികച്ച ആശുപത്രികളിൽ മെഡിസെപ് സൗകര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPSTA ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. DEO ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പല ആശുപത്രികളും കണ്ണൂർ ജില്ലയിലായാലും കാസർഗോഡ് ജില്ലയിലായാലും പല ജില്ലകളിലും ഇന്ന് ഈ മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ പോകുന്നു. പക്ഷേ എവിടെയും ചികിത്സാ രീതികളില്ല. പക്ഷേ സർക്കാരിന്റെ ലക്ഷ്യം വേറെയാണ്. സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മെഡിസെപ്പിന്റെ പേരിൽ ഓരോ മാസവും കോടാനക്കോടി രൂപ സമ്പാദിക്കുക. ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒത്തുകളിയുണ്ട് എന്നുള്ള സംശയം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രശാന്ത് കാനത്തൂർ, ജോമി T ജോസ്, ജില്ലാ പ്രസിഡന്റ് PT ബെന്നി, ജില്ലാ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, സ്വപ്ന ജോർജ്, P ജലജാക്ഷി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി VV ഷിഹാബ് സ്വാഗതവും ട്രഷറർ K വേണുകുമാർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി കൺവെൻഷൻ ഓഗസ്റ്റ് 24-ന് ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന കൺവെൻഷനിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നായി 250 പ്രതിനിധികൾക്ക് പുറമെ ക്ഷേത്രസ്ഥാനികരും പൂരക്കളി, മറത്തുകളി രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പൂരക്കളി രംഗത്തുള്ള മുഴുവൻ സമുദായ പ്രതിനിധികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംഘടന പ്രവർത്തിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉത്തര മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളിയുടെ സമഗ്രമായ പുരോഗതി, ജനകീയവൽക്കരണം, പഠനം, ഗവേഷണം, അതോടൊപ്പം പൂരക്കളി കലാകാരന്മാരുടെ ക്ഷേമം എന്നിവ ഉറപ്പുവരുത്താൻ 1994 രൂപം കൊണ്ട സംഘടനയായിരുന്നു കേരള പൂരക്കളി കലാ അക്കാദമി. 31 വർഷത്തിനകം 9 സംസ്ഥാന സമ്മേളനങ്ങൾ ഭരണഘടനാ അനുസൃതമായി നടത്തിയെങ്കിലും ചാമുണ്ടിക്കുന്നിൽ നടത്തിയ സംസ്ഥാന സമ്മേളനം യൂണിറ്റ് മേഖല ജില്ലാ ഭാരവാഹികളെയും നേരത്തെയുണ്ടായ പിളർപ്പിന്റെയും തർക്കത്തിന്റെയും ഭാഗമായ സമവായ ചർച്ചകളിൽ പങ്കെടുത്തവരെയും ഒഴിവാക്കിയാണ് നടത്തിയത്. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനാലാണ് തങ്ങൾ പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയതെന്നും അവർ അറിയിച്ചു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി യൂണിറ്റുകളിൽ നിന്ന് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചില്ല. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമ്മേളന പ്രതിനിധികളെ അനുവദിച്ചില്ല. വർഷങ്ങളായി സംസ്ഥാന കമ്മിറ്റി സംഘടനയിൽ സമവായമുണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയ ആൾ അതിന്റെ നേതാവായി മാറുന്ന വിരോധാഭാസമാണ് കാണേണ്ടി വരുന്നതെന്നും അവർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ചെയർമാൻ കാട്ടാമ്പള്ളി നാരായണൻ, കൺവീനർ PK നാരായണൻ, പിലാക്കൽ അശോകൻ, MV സുരേന്ദ്രൻ, ബാലൻ പാലായി, NT ചന്ദ്രൻ, M രഘുനാഥൻ, സുധാകരൻ പള്ളിക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെരുവുനായ ശല്യം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. Hey!
മഞ്ചേശ്വരത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ശക്തമായ ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ തെരുവ് നായ കടിച്ചു കീറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി നാട്ടുകാരും വിവിധ സമുദായ രാഷ്ട്രീയ ഭേദമന്യേ നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഹാജി, പ്രശാന്ത് കനില, കരുണാകര ഷെട്ടി, ഹനീഫ്, ജബ്ബാർ, ബാസിദ്, മുബാറക്, മൂസ റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. നാട്ടുകാർ തയ്യാറാക്കിയ പരാതിപത്രം പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഗ്രീൻ സ്റ്റാർ ചൌക്കി കുന്നലിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ സ്റ്റാർ ചൌക്കി കുന്നിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച മെറിറ്റ് ഡേ മുസ്ലിം ലീഗ് മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രധാന വിഷയത്തിലും ആദ്യമായി മുന്നിട്ടിറങ്ങുന്നത് ഒരു ക്ലബ്ബാണ് നമ്മുടെ ഗ്രീൻ സ്റ്റാർ കുന്നിൽ. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഉയർന്ന മാർക്ക് നേടി അവർ ആശംസിക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങളിലും പല പ്രാവശ്യവുമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതുപോലെ തന്നെ ഈ നാട്ടിൻ്റെ ചുറ്റുപാടുമുള്ളവരെ പ്രശംസിക്കാനും ആശംസിക്കാനുമായി. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ കമ്മിറ്റിക്ക് പ്രത്യേകം അവർ അഭിനന്ദിക്കുകയാണ്. പ്രസിഡന്റ് നജീബ് കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മൂസ ബാസിദ് സ്വാഗതം പറഞ്ഞു. മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ബേക്കൽ, സെക്രട്ടറി കരീം ചൌക്കി, സമദ് ബണ്ടി, മുജീബ് ലിബാസ്, അൻസാർ കമ്പാർ, ധർമ്മപാലൻ, അബ്ദു നീട്ടത്തിൽ, ഹാരിസ് കമ്പാർ, അബ്ബാസ് മൊഗർ, MSF ജില്ലാ പ്രവർത്തക സമിതി അംഗം അൻസാഫ് കുന്നിൽ, ദുബായ് KMCC മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷക്കീൽ എറിയാൽ, ഹബീബ് മൂപ്പ, നവാസ് കസു, റഹ്മാൻ കന്യപ്പാടി, ഷിഹാബ് അർജാൽ, റിയാസ്, ഖലീൽ കല്ലു, ഷമീർ, താജുദ്ദീൻ, ആഷിഖ് ബണ്ടി, അഹമ്മദ് നവാസ് തോട്ടിൽ, അനസ്, നബീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം. പേരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറന്റ്ലി ഏബിൾഡ് ജില്ലാ കൺവെൻഷനിലാണ് ആവശ്യമുയർന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് തുക സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം പൂർണ്ണതോതിൽ ലഭ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യം പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറന്റ്ലി ഏബിൾഡ് ജില്ലാ കൺവെൻഷൻ ഉന്നയിച്ചു. ആശ്വാസകിരണം പദ്ധതി പ്രകാരം ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ പരിചാരകമായ അമ്മമാർക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് എത്രയും വേഗം നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ജില്ലാ കൺവെൻഷൻ പെയ്ഡ് സംസ്ഥാന പ്രസിഡന്റ് KM ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റ്യൻ, സംസ്ഥാന സെക്രട്ടറി P സുബൈർ നീലേശ്വരം, LLC കൺവീനർ KM വിജയകൃഷ്ണൻ, സ്കൂൾ ഡെപ്യൂട്ടി ഡയറക്ടർ N സുരേഷ്, ജീവോദയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ ലിസി എന്നിവർ സംസാരിച്ചു. നിര്യാതയായ എൻഡോസൾഫാൻ ദുരിതബാധിത റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി TV രജനിയുടെ വേർപാടിൽ യോഗം അനുശോചിച്ചു. വർണ്ണോത്സവം 2025 വിജയികളായ റോട്ടറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. പെയ്ഡ് ജില്ലാ സെക്രട്ടറി AT ജേക്കബ് സ്വാഗതവും റോട്ടറി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷീര കർഷകർക്കുള്ള ഉൽപാദക ബോണസ് വിതരണം ചെയ്തു. സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ പാൽ വിതരണ സഹകരണ സംഘത്തിന്റെ ക്ഷീര കർഷകർക്കുള്ള ഉൽപാദക ബോണസ് വിതരണം സഹകരണ സംഘം ഓഫീസിൽ വെച്ച് സംഘം പ്രസിഡന്റ് കൃഷ്ണൻ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് P ലിഷ അധ്യക്ഷയായി. BM ദിനേശൻ, CK വത്സലൻ, PP രാജൻ, K ഗംഗാധരൻ, M ബിന്ദു, PV പ്രജീഷ, M നിഷ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PV രാജേഷ് സ്വാഗതവും P പ്രിജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രീമിയത്തിന്മേൽ ചുമത്തിയ GST പിൻവലിക്കണമെന്ന ആവശ്യം. LIC ഏജന്റുമാർ അഭിമുഖീകരിക്കുന്ന നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU LIC ബ്രാഞ്ചുകൾക്ക് മുന്നിൽ സമരം നടത്തി. പ്രീമിയത്തിന്മേൽ ചുമത്തിയ GST പിൻവലിക്കുക, വെട്ടിക്കുറച്ച ഏജന്റുമാരുടെ കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രായം 85 ആക്കുക, സംഘടന സമർപ്പിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്
കാസർഗോഡ് ജില്ലയിലെ 3 ബ്രാഞ്ചുകളിലും ധർണ നടത്തിയത്. കാഞ്ഞങ്ങാട്ട് നടന്ന ധർണാ സമരം CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. K ചന്ദ്രൻ, എക്കാൽ വിജയൻ, K മാധവൻ നായർ, M ബിനീഷ്, TP സുകുമാരൻ, AV പ്രദീപ് കുമാർ, ജയ C, അനന്തൻ C എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ പരക്കെ കവർച്ച, ദൃശ്യങ്ങൾ KCN ന്യൂസിന്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി പുറത്താക്കിയ 4 നേതാക്കളെയും കോൺഗ്രസ് തിരിച്ചെടുത്തു. അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത്. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. വിധി 23-ന്. മഞ്ചേശ്വരം വോർക്കാടിയിൽ നായാട്ട് സംഘത്തെ തട്ടിക്കൊണ്ടുപോയി 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ച കേസ്. ഒരാൾ കൂടി പിടിയിൽ. കുമ്പളയിൽ പുനരാരംഭിച്ച ദേശീയപാത ടോൾ ബൂത്ത് നിർമ്മാണം സമരസമിതി നേതൃത്വത്തിൽ തടഞ്ഞു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.